ചുരുൾ എന്നൊരു സിനിമ കഴിഞ്ഞ ആഴ്ച ഈ വെള്ളിയാഴ്ച റിലീസായിട്ടുണ്ടായിരുന്നു. KSFDC ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കേരള സർക്കാർ പ്രൊഡ്യൂസർ ആവുന്ന സിനിമയാണ്. അരുൺ ജെ മോഹനാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ്. സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. പൊതുവേ KSFDC ഫണ്ട് ചെയ്തിട്ടുള്ള സിനിമകളിൽ പലതും ഗംഭീര സിനിമകളായി വരാറുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം സിനിമകളും നമുക്ക് കാണാൻ പാകത്തിന് തിയേറ്ററുകളിൽ ഉണ്ടാവില്ല. ഇനി തിയേറ്ററിലുണ്ടെങ്കിലും തിയേറ്ററിൽ കാണാൻ ആളുണ്ടാവില്ല. OTT വരികയാണെങ്കിലും നമുക്ക് അത്ര പെട്ടെന്നൊന്നും അവൈലബിൾ അല്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ള OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെയാണ് റിലീസായി കണ്ടിട്ടുള്ളത്. എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് എനിക്ക് തോന്നാനുള്ളൊരു കാരണം പ്രമോദ് വെളിയനാട് എന്ന അഭിനേതാവാണ്. പുള്ളിയെ നമ്മൾ ആർക്കറിയാം, കള പോലെയുള്ള സിനിമകളിൽ ആ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്താണ് ഈ നടൻ്റെ പേരെടുത്ത് ഞാൻ അന്വേഷിച്ചത് ആരാ ചെയ്തത് എന്നൊക്കെ അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തിയിട്ടുള്ളത്. പുള്ളി ഒരു ഗംഭീര അഭിനേതാവാണ്. നാടകത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അതിൻ്റെ ക്വാളിറ്റീസ് എല്ലാം പുള്ളിയുടെ പെർഫോമൻസിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു. പിന്നെ KSFDC പ്രൊമോട്ട് ചെയ്യുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കണ്ടു നോക്കണമല്ലോ. അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഒരു നല്ല സിനിമ, അല്ലെങ്കിൽ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ മുന്നോട്ട് വെക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുള്ളൊരു സിനിമ, എൻഗേജിങ് ആയി പോയൊരു സിനിമ എന്നൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ഫീൽ ചെയ്തത്. സംഭവം ഒരു കേസ് അന്വേഷണമാണ്. ഒരു കൊലപാതകം നഗരത്തിലുണ്ടാവുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം. അതിനുശേഷം അത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് തുറന്നു വരുന്നത്. ഇതിൽ പോസിറ്റീവ് ഘടകങ്ങൾ പറയാനാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകൾ തന്നെയാണ്. പ്രമോദ് വെളിയനാട് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ ഇങ്ങനെ പിടിച്ചു പോകാമെന്ന് പറയില്ല, അതിൻ്റെ എല്ലാ സ്കെയിലും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തു പോകാമെന്ന് പറയുന്നത്. ഇദ്ദേഹം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന അതിൻ്റെ ഒരു തുടക്കം നമ്മൾ കാണുന്നുണ്ട്. പുള്ളി ഭേദമായി വരുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ ഇടങ്ങളിലും പുള്ളിയുടെ ബോഡി മൂവ്മെൻറ്റ്സ്, കാലിൻ്റെ വിറയൽ, കൈയുടെ വിറയൽ, കണ്ണ്, അങ്ങേര് ടോട്ടൽ ഇതിനകത്തായിരുന്നു. അതായത് എക്സാക്റ്റ് ആ ക്യാരക്ടറായിട്ട് വളരെ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറയുമ്പോൾ അടുത്ത പെർഫോമൻസ് എല്ലാവരും വളരെ രസമായിട്ടാണ് ചെയ്തത്. ഇതിൽ ആരും മോശമാക്കിയിട്ടില്ല. എടുത്തു പറയേണ്ടത് ഗോപൻ മങ്ങാട് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, ഈ സിനിമയിലൊരു മെയിൻ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പുള്ളിയാണ്. അങ്ങേര് ഗംഭീരമായിരുന്നു. എന്ന് വെച്ചാൽ പുള്ളി വെള്ളമടിച്ച് സിഗരറ്റ് വലിച്ചിരിക്കുന്ന പുള്ളിയുടെ പെർഫോമൻസിൽ നമുക്ക് ആംബിയൻസ് കിട്ടും. അതായത് അയാളുടെ ഉള്ളിലെ ക്രൂരത ആൻഡ് അയാളുടെ പവർ, അയാളുടെ കയ്യിലിരിക്കുന്ന അധികാരത്തിൻ്റെ പവർ അയാളുടെ പെർഫോമൻസിലുണ്ട്. അയാൾ സംസാരിക്കുമ്പോൾ, അയാൾ മൂവ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറച്ച് നല്ല പെർഫോമൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണിത്. ഈ പെർഫോമൻസുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം നമുക്ക് സൂപ്പർ താരങ്ങൾ മാത്രം പോരല്ലോ, നല്ല അഭിനേതാക്കൾ കൂടി വേണ്ടേ. മലയാളം ഫിലിം ഇൻഡസ്ട്രി നല്ല അഭിനേതാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തന്നെ സിനിമയുടെ കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പെർഫോമേഴ്സിന് വേണ്ടിയിട്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ മ്യൂസിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചില സ്ഥലത്ത് അത് വന്ന് വീഴുന്നത്, അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് എല്ലാം കൊണ്ടും വളരെ രസമായിരുന്നു. സൗണ്ടിങ് നല്ലതായിരുന്നു. വിഷ്വൽ നല്ലതായിട്ട് തോന്നി. അതായത് ഇത് വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ നിന്ന് KSFDC എനിക്ക് തോന്നുന്നു 1.5 കോടി രൂപ അങ്ങനെ എന്തോ ആണ് ബഡ്ജറ്റ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് അവർ ചെയ്തൊരു സിനിമ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഗംഭീരമായിട്ടുണ്ട്. എസ്പെഷ്യലി മ്യൂസിക്, മധു പോളിൻ്റെ മ്യൂസിക്കാണ് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അടുത്ത പോസിറ്റീവ് ഇതിൻ്റെ പൊളിറ്റിക്കൽ സൈഡാണ്. എന്ന് വെച്ചാൽ അവർ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് കങ്കാണിമാരുടെ കാലത്ത് നിന്ന് അന്ന് അവർക്ക് ഉപകാരവും നമുക്ക് ദോഷവും, നമ്മളെ കടിമകൾ എന്ന് പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തിരുന്നോ അവിടെ നിന്ന് നമ്മളിങ്ങനെ കാലം കറങ്ങി വരുമ്പോൾ പണവും സ്വാധീനവും ജാതീയമായ മേൽക്കോയ്മകൾ, ക്ലാസ് കാസ്റ്റ് ഡിഫറൻസുകൾ, ഇതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മുടെ ചുറ്റും നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെ ഒക്കെ വളരെ രസമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് നമുക്കിങ്ങനെ കാണുമ്പോൾ അവർ പൊളിറ്റിക്സിന് വേണ്ടി പറയുന്നു എന്നുള്ളതല്ല, നമ്മളൊരു അന്വേഷണ കഥ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഓരോ സംഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മളാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ളത്. അതങ്ങനെ പോകുമ്പോഴും എനിക്ക് ഒരു പ്ലസ് പോയിൻ്റ് ഇട്ട് കൊടുക്കാൻ തോന്നുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇവർ ഈ മാലിന്യത്തിനെ ഇതിൻ്റെ കൂടെ കൊണ്ടുവന്ന് ചേർത്തു എന്നുള്ളതാണ്. അത് ഭയങ്കര രസമായിരുന്നു. അതൊരു ബ്രില്യൻ പരിപാടിയായിരുന്നു. നമ്മൾ പലപ്പോഴും ഇപ്പോൾ വെട്രിമാരൻ്റെ സിനിമകൾ അല്ലെങ്കിൽ മാരി സെൽവരാജിൻ്റെ സിനിമകൾ, അങ്ങനെ നല്ല പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമകളൊക്കെ വരുമ്പോൾ തമിഴ്നാട്ടിൽ അത്തരം സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ പാവം തമിഴ്നാട്ടുകാരുടെ ഒരു അവസ്ഥയല്ലേ ഷോ നമ്മൾ വിചാരിക്കും. ഹിന്ദിയിൽ വരുമ്പോൾ അയ്യോ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൊക്കെ ഒരു ദുരവസ്ഥയല്ലേ എന്നാലോചിക്കും. പക്ഷേ മലയാളത്തിൽ ഇത്തരം ഒരു സിനിമ വരുമ്പോൾ കേരളത്തിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ജാതിയില്ല, മതമില്ല, നമ്മളങ്ങനെ പണത്തിൻ്റെ അധികാരത്തിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്തില്ല എന്നൊക്കെ പറയുന്ന വലിയ വീരവാദമൊക്കെ മുഴക്കും. പക്ഷേ ഈ സാധനം ഇതിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട് എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തമിഴിലൊക്കെ ഈ അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകൾ പോലെ മലയാളത്തിലും സംഭവിക്കണ്ടേ എന്നുള്ള ചിന്ത എന്നെ പോലെ ഒരു സിനിമ സ്നേഹിക്ക് എന്തായാലും ഉറപ്പായിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, നല്ല പെർഫോമേഴ്സ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചുരുൾ എന്ന സിനിമ നിങ്ങളൊന്ന് കാണണം. തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഇത്തരം സിനിമകൾക്ക് അതൊരു പ്രോത്സാഹനമായിരിക്കും. ഒരു 150 രൂപ 200 രൂപ അതിൻ്റെ കൂടെ 2 മണിക്കൂർ നമ്മൾ മുടക്കുമ്പോൾ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് എൻഗേജിങ് ആയിട്ടുള്ള
പൊളിറ്റിക്കലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുകയാണ്. ഇതൊരു ഗംഭീര സിനിമയാണ്, ഇത് കണ്ട് നമ്മൾ തകർന്നടിഞ്ഞു പോകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളൊരു നല്ല സിനിമ കാണും. ചുറ്റുപാടുകളെക്കുറിച്ച് അവെയർ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ ഈ സിനിമയെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.